ഇത് എടുത്തു കൊടുക്കും. അച്ഛൻ എന്റെ ബെഡ്റൂമിലേക്ക് കൈ പിടിച്ച് വലിച്ച് ഞാൻ പറഞ്ഞത് നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. അങ്ങനോട് പറയാം ഇത് ഇനി പുറത്ത് പറയാൻ പാടില്ല. ഞാൻ അവിടുന്ന് പിന്നെ മുടന്തിയോട് ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ തൊട്ടടുത്തുള്ള ഹസ്ബൻഡിന്റെ ഒരു ബന്ധക്കാരുണ്ട്, ആ വീട്ടിൽ പോയിരുന്നു. ഞാനിത് എന്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡ് എന്നോട് എന്താ പറഞ്ഞതെന്നറിയോ മാഡം, അച്ഛൻ പറയുന്ന പോലെ നിനക്ക് അനുസരിച്ചാൽ എന്താന്ന് എന്റെ ഹസ്ബൻഡ് എന്നോട് പറയാ. പിന്നെ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ അമ്മേനോട് ഞാൻ പറഞ്ഞു അച്ഛൻ ഇങ്ങനെ വേണ്ടാത്ത രീതിയിൽ എന്നോട് പെരുമാറി. അപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ അമ്മ എന്താ പറയാ, തന്ത അത് ആദ്യമേ പഠിച്ച ശീലങ്ങളാണ്. അച്ഛൻ എന്ന് പറഞ്ഞാല് പിന്നെ രാവിലെ ആയാല് എന്റെ ഹസ്ബൻഡ് ജോലിക്ക് പോകും, അമ്മ അംഗൻവാടി ഹെൽപ്പറാണ്, അമ്മ അങ്ങ് പോകും. ഈ അച്ഛന് എന്ത് ചെയ്യും, രാവിലെ ഇവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്. അപ്പൊ വണ്ടി എടുത്തു പോകും. എന്നിട്ട് ഇവര് എല്ലാവരും പോയി കഴിഞ്ഞ സമയത്ത് ഇവര് വരും. ഈ ഹസ്ബൻഡിന്റെ അച്ഛൻ എന്റെ വീട്ടിൽ വന്നിരിക്കും. ഇവിടെ വന്ന് ഇരുന്നിട്ട് മദ്യപാനമൊക്കെ ഉണ്ട്, പുള്ളിക്കാരി ഷീട്ടുകളിയുണ്ട്, പിന്നെ മദ്യപിക്കും. അങ്ങനെ ഈ അച്ഛന്റെ അടിവസ്ത്രം പോലും ഞാൻ അലക്കണം എന്നുള്ള പരാതി, ഞാൻ അടിവസ്ത്രം അലക്കുന്നില്ല അങ്ങനെ പറഞ്ഞ് ഒരുപാട് പ്രാവശ്യം ഈ ഹസ്ബൻഡിന്റെ അച്ഛൻ കുളിച്ചു വന്നാൽ അടിവസ്ത്രം ഞാൻ എടുത്തു കൊടുക്കണം. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ അച്ഛന് കുളിച്ചു കഴിഞ്ഞ് വന്ന് എന്നോട് അടിവസ്ത്രം എടുത്തു കൊണ്ടുവന്ന് ഞാൻ അത് എടുത്തു കൊടുക്കും. അച്ഛൻ എന്റെ ബെഡ്റൂമിലേക്ക് കൈ പിടിച്ച് വലിച്ച് ഞാൻ പറഞ്ഞത് നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. എന്നോട് പറയാം ഇത് ഇനി പുറത്ത് പറയാൻ പാടില്ല. ഞാൻ അവിടുന്ന് പിന്നെ മുടന്തിയോട് ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ തൊട്ടടുത്തുള്ള ഹസ്ബൻഡിന്റെ ഒരു ബന്ധക്കാരുണ്ട്, ആ വീട്ടിൽ പോയിരുന്നു. ഞാനിത് എന്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡ് എന്നോട് എന്താ പറഞ്ഞതെന്നറിയോ മാഡം, അച്ഛൻ പറയുന്ന പോലെ നിനക്ക് അനുസരിച്ചാൽ എന്താന്ന് എന്റെ ഹസ്ബൻഡ് എന്നോട് പറയാ. പിന്നെ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ അമ്മേനോട് ഞാൻ പറഞ്ഞു അച്ഛൻ ഇങ്ങനെ വേണ്ടാത്ത രീതിയിൽ എന്നോട് പെരുമാറി. അപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ അമ്മ എന്താ പറയാ, തന്ത അത് ആദ്യമേ പഠിച്ച ശീലങ്ങളാണെന്ന്. അതാണോ ഒരാൾ പറയേണ്ടത്? പിന്നെ ഇത് അങ്ങനെ ഞാൻ 4 ആളോട് ഇത് പറഞ്ഞപ്പോ ഈ ഹസ്ബൻഡിന്റെ അച്ഛൻ എന്ത് ചെയ്തെന്നറിയോ, എന്റെ നാട്ടിൽ പോയിട്ട് എന്റെ അച്ഛന്റെ അനിയനോട്, അച്ഛന്റെ ഫ്രണ്ട്, എന്റെ അച്ഛനോട് ഇത് പറയുന്നില്ല, എന്റെ അച്ഛന്റെ ഫ്രണ്ടിനോട്, അച്ഛന്റെ പിന്നെ അനിയന്മാരോടും പറയാം അവൾ ആ വീട്ടിൽ നിൽക്കരുത്, അവൾ വാടകയ്ക്ക് പോയിക്കൊള്ളണം. എന്തുകൊണ്ട് ഈ 16 വർഷത്തിൽ ഞാൻ നിന്നിട്ട് ഈ ഒരു വർഷം കൊണ്ട് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയണം. അത് സമൂഹത്തിൽ ഈ അച്ഛൻ തന്നെ തെളിയിക്കട്ടെ എന്താണെന്നുള്ളത്. ഇവര് പഞ്ചായത്ത് വെക്കും, പഞ്ചായത്ത് വെച്ചിട്ട് ഇന്നെ ഉപദ്രവിക്കുക, അങ്ങനത്തെ ഓരോരോ പീഡനങ്ങളും. എന്താ മെയിൻ പ്രശ്നം എന്നറിയോ, അച്ഛന്റെ അടിവസ്ത്രം. ഞാൻ ഈ പഞ്ചായത്ത് വെക്കുന്നതിലൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഞാൻ എന്നെ പുറത്തിറക്കാം. എല്ലാരോടും പറയാം അവള് വാടകയ്ക്ക് പോയിക്കോട്ടെ, അവള് വാടകയ്ക്ക് പോയിട്ട് വാടക ഞാൻ കൊടുത്തോളാന്ന്. എന്നിട്ട് ഞാൻ ചോദിക്കും എന്ത് കാരണത്തിനാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് വാടകയ്ക്ക് പോകേണ്ടത്. അപ്പം പറയുന്നത് ഞാൻ പിന്നെ എന്താ അടിവസ്ത്രം അലക്കുന്നില്ല എന്ന്. വേറെ ഒന്നും പുള്ളിക്കാരൻ പറയുന്നില്ല. പക്ഷെ എനിക്കറിയാം പുള്ളിക്കാരൻ എന്താ എന്നോട് ചെയ്തത് എന്നുള്ളത്. ഞാനത് പറയുകയും ചെയ്യും, ഞാനത് പരാതിപ്പെട്ടിട്ടുണ്ട്. പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ പരാതി പ്രകാരം ഞാൻ കൊടുത്തിട്ടുണ്ട്, പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഇത് പുറത്താക്കിയതിന് പരാതി കൊടുത്തിട്ടില്ലേ ഇതുവരെ? ഞാൻ കൊടുത്തില്ല. പോലീസുകാർ പറഞ്ഞത് ഇന്ന് 8:30 ആകുമ്പോഴേക്കും അവരെ കണ്ടുപിടിച്ചിട്ട് താക്കോല് കൈപ്പറ്റി തരാന്ന. പക്ഷെ ഇത്രയും നേരമായിട്ട് ഒരു നടപടി പോലും ഇരുന്ന് പോലീസുകാർ സ്റ്റേഷനിലേക്ക് ഞാൻ വിളിച്ചപ്പം പോലീസ് എന്നോട് പറയുന്നത് ഞങ്ങൾക്ക് ഒരു നടപടി എടുക്കാൻ പറ്റൂല, നീ വേണമെങ്കിൽ കതക് കുത്തിപ്പൊളിച്ച് അകത്ത് കടന്നോന്ന്.